ഇന്ന് എറണാകുളം ജില്ലയിലെ അരയങ്കാവ് ദേവീക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. ഞാനും എൻ്റെ കസിനും ചേർന്നാണ് വൈകുന്നേരം ഉത്സവം കാണാൻ പോയത്. പല പ്രദേശങ്ങളിൽ നിന്നായിട്ടുള്ള താലം ഘോഷയാത്ര വരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു അത്. ഞങ്ങൾ ചെന്നപ്പോൾ ഓൾറെഡി ഒരു പ്രദേശത്തെ താലം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്തവണത്തെ ചെണ്ടമേളമെല്ലാം അതിഗംഭീരമായിരുന്നു. ഇത്തവണ ഉത്സവത്തിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വലിയ സ്ക്രീൻ തന്നെയായിരുന്നു. ഇതിലെ ചിത്രങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. നല്ല ക്വാളിറ്റി ആയിരുന്നു. പിന്നെ ഞങ്ങള് കുറച്ച് കമ്മലും മാലയും എല്ലാം നോക്കാൻ പോയി. ഒരുപാട് കളക്ഷൻ ഉണ്ടെങ്കിലും ഒന്നും ഇഷ്ടമായില്ല. സ്റ്റേജിന്റെ ഒരു ഭാഗത്ത് കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്തായി അടിപൊളി കൈകൊട്ടിക്കളി. കൈകൊട്ടിക്കളി പൊതുവെ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മുഴുവൻ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് ബജ്ജി കഴിക്കാനാണ്. ബജ്ജികളിൽ ഞങ്ങളുടെ ഫേവറേറ്റ് എപ്പോഴും കോളിഫ്ലവർ ബജ്ജി തന്നെ. ബജ്ജി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ബജ്ജിയെല്ലാം കഴിച്ച് ചുമ്മാ നടക്കുമ്പോൾ ദേ നിൽക്കുന്നു ഹനുമാൻകുട്ടൻ. അവൻ്റെ കൂടെ അർജുനനാണോ രാമനാണോ എന്നൊന്നും അറിയില്ല. ആളെന്തായാലും പോസ് എല്ലാം ചെയ്തു തന്നു. പിന്നെ ഞങ്ങൾ ഉത്സവത്തിൻ്റെ ഓരോരോ കാഴ്ചകൾ കണ്ട് നടന്നു. ചുമ്മാ നടക്കണ്ട എന്ന് വിചാരിച്ച് ഒരു ഐസ്ക്രീമും വാങ്ങി. ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ എന്നറിയാതെ തേരാപ്പാര നടന്നു. ഉത്സവമായ അങ്ങനെയാണല്ലോ, എല്ലാം ഒന്ന് കണ്ടു നടക്കാം. ഈ ഇടയായി എനിക്ക് പലഹാരങ്ങളെക്കാൾ കൂടുതൽ പല പല പാത്രങ്ങളിലോടാണ് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലെങ്കിലും 1-2 പാത്രങ്ങൾ ഞാൻ ഇത്തവണയും വാങ്ങി. പിന്നെ നേരെ ടോയ് സെക്ഷനിലേക്ക് നോക്കി. ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. ഒന്നും വാങ്ങിയില്ലെങ്കിലും ചുമ്മാ നോക്കി നടന്നു. ഇത് ക്യൂട്ടല്ലേ? പിന്നെ പതുക്കെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. തിരിച്ചു പോകാം എന്ന ചിന്തയിലേക്ക് വന്നു തുടങ്ങി. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് മൊബൈൽ നോക്കി ഇങ്ങനെ ഓരോരോ പോസസ് കാണിച്ചു. തിരിച്ചു പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് സെറ്റപ്പ് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയൊരു ഗെയിം സെൻറ്ററും ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പോസ്റ്റെല്ലാം ചെയ്ത് തിരിച്ചിറങ്ങിയപ്പോൾ മറ്റൊരു പ്രദേശത്തെ താലം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും ലേറ്റ് ആവാതെ ഇറങ്ങിയപ്പോൾ മറ്റൊരു ചെണ്ടമേളം റോഡിൻ്റെ മറുവശത്തും ഉണ്ടായിരുന്നു. അധികം വൈകാതെ ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.